ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞാൻ എന്താ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ഞാൻ അബുദാബിയിലേക്കാണ് ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത്. അബുദാബിയിലേക്കാണ് പോകുന്നത്. സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ചുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാക്ട് ആൻഡ് അഫ്രൈഡിൻ്റെ എനിക്ക് പ്രോഗ്രാമിൽ പോകാൻ വേണ്ടി പറ്റിയില്ല. കാരണം എനിക്കാണെങ്കിൽ എൻ്റെ പാസ്പോർട്ട് കിട്ടാൻ ലേറ്റ് ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാനഡ വിസയ്ക്ക് കൊടുത്തിട്ട് അപ്പോൾ അത് കിട്ടാൻ ലേറ്റ് ആയപ്പോൾ ഓൾറെഡി ആ ഷോ തുടങ്ങി സെക്കൻഡ് ഡേ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് പാസ്പോർട്ട് കിട്ടിയപ്പോൾ കംപ്ലീറ്റ്ലി കൺഫേം ആയതായിരുന്നു. പക്ഷേ അത് ഇതായിപ്പോയി. ഞാൻ ലാസ്റ്റ് നാട്ടിൽ നിന്ന് എന്താ പറയുക നാട്ടിലേക്ക് വരുന്നതായിരിക്കും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അപ്പോഴേക്കും പാസ്പോർട്ട് കിട്ടി. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല, പ്രോഗ്രാമിന് ലേറ്റ് ആയതുകൊണ്ട്, ഓൾറെഡി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്. സോ ഇനിയിപ്പോൾ ഞാൻ അടുത്ത ഇൻ്റർനാഷണൽ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ അബുദാബിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടുന്ന് ഇന്ന് തന്നെ നൈറ്റ് എത്തുന്നു. എന്നിട്ട് ഞാൻ ദുബായിലേക്ക് പോകും. ദുബായിൽ പിന്നെ ഞാൻ കുറച്ച് ദിവസം ഞാൻ എക്സ്പ്ലോർ ചെയ്യില്ല, ചുമ്മാ ചുമ്മാ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചില്ലാക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ലപോലെ. കാരണം ഞാൻ വെസ്റ്റ് ആഫ്രിക്കയിലേക്കാണ് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊന്നും കിട്ടില്ല, മിസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഫുഡൊക്കെ അടിക്കാമെന്ന് വെച്ചിട്ട് യു എയിലേക്കാണ് പോകുന്നത്. ദുബായിൽ ഏകദേശം ഒരാഴ്ച ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പോർച്ചുഗലിലേക്കാണ് പോകുന്നത്. പോർച്ചുഗലിൽ നിന്ന് സ്പെയിനിലേക്കാണ് പോകുന്നത്. കാരണം എൻ്റെ സ്പെയിൻ വിസ ഡിസംബറിൽ തീരും. അന്ന് എടുത്തതാണ്. പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. ഒരു 3 months ആയിട്ട് ഇപ്പോൾ വിസ എടുത്തിട്ട്. സോ സ്പെയിനിൽ നിന്നും പിന്നെ ഞാൻ ഫെറി ഓർ ഫ്ലൈറ്റ് എടുത്തിട്ട് മൊറോക്കോയിലേക്ക് പോകും. മൊറോക്കോ എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കയാണ്. അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ എന്താ പറയുക ഡ്രീം ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ട്രിപ്പും ഡ്രീം ട്രിപ്പ് തന്നെയാണ്. വേൾഡ് മൊത്തം ട്രാവൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഡ്രീം. ബട്ട് സ്റ്റിൽ എന്താ പറയുക വെസ്റ്റ് ആഫ്രിക്ക എന്നല്ല, ആഫ്രിക്ക ഇസ് മൈ ഫേവറേറ്റ് കോണ്ടിനെൻറ്റ് സോ ഫാർ. ഇപ്പോൾ 7 കോണ്ടിനെൻ്റ് ഉണ്ട്. 7 കോണ്ടിനെൻറ്റിൽ ഇങ്ങനെ 5 കോണ്ടിനെൻറ്റ് പോയിട്ട് അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും മാത്രമാണ് പോകാത്തത്. പക്ഷേ ബാക്കി പോയ എല്ലാ കോണ്ടിനെൻറ്റ് വെച്ചിട്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കോണ്ടിനെൻ്റ് ആഫ്രിക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്, സൂപ്പർ എക്സൈറ്റഡാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇത്ര ദിവസം ട്രാവൽ ചെയ്യാണ്ടിരുന്നിട്ട് മൊത്തം ഫ്രസ്ട്രേഷൻ പോലെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. സോ ഞാൻ മൊറോക്കോന്ന് പിന്നെ സെനഗൽ, മൗറിറ്റാനിയ, പിന്നെ ടോഗോ, ബെനിൻ, ബുർക്കിന ഫസോ, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. ഒരു ലോങ് ട്രിപ്പ് തന്നെ ആയിരിക്കും. സോ ഞാൻ എന്താ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യു എയിൽ എത്തിയിട്ട് വീഡിയോ അങ്ങനെ ഇട്ടിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണോ എന്ന് വേണോ വേണ്ടേ എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഞാൻ ചുമ്മാ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കുന്നു, ഫുഡ് കഴിക്കുന്നതൊക്കെയാണ്. ലൈക്ക് കേരളത്തിലുള്ളപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി വീഡിയോസ് എല്ലാ ദിവസവും ഡെയിലി വരുന്നതായിരിക്കും. എനിക്കറിയാം ഒരു ഓൾമോസ്റ്റ് 1 month ആയിട്ട് കംപ്ലീറ്റ്ലി ലാഗാണ്. കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ യൂറോപ്പ് എത്തുമ്പോൾ തന്നെ കണ്ടിന്യൂസ്ലി എവറി ഡേ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഹലോ, ഞാനിപ്പോൾ ഉള്ളത് യു എയിൽ അബുദാബി എയർപോർട്ടിലാണ്. ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തത് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിലിരുന്നിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ചയായിട്ട് ഞാൻ ഷാർജയിലും ദുബായിലും ഒക്കെ ദുബായിലാണ് ഉണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ യു എൻ്റെ അടുത്തൊക്കെ ബായ് പറയാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് നേരെ ഞാൻ പോളണ്ടിലേക്ക് എനിക്ക് ഫ്ലൈറ്റ്. അവിടുന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റ് പോർച്ചുഗലിലാണ് ഞാൻ ഇറങ്ങുന്നത്. അവിടുന്ന് അങ്ങനെ പിന്നെ സ്പെയിൻ, മൊറോക്കോ, വെസ്റ്റ് ആഫ്രിക്ക അങ്ങനെയൊക്കെയാണ് ഫുൾ പ്ലാൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു 1 വീക്കിൽ ഞാൻ എന്താ പറയുക ഇവിടെ എക്സ്പ്ലോറിങ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു, കുറേ ഫുഡ് കഴിച്ചു. ഇതൊന്നും ഞാൻ ഇനി വീഡിയോ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. യു എയിൽ എല്ലാവരും എവിടെ നോക്കിയാലും മലയാളീസൊക്കെയാണ്. അപ്പോൾ എപ്പോഴും മലയാളീസൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അതെടുക്കാതിരുന്നത്. എല്ലാവരും കുറേ ദിവസമായി എന്നോട് ചോദിക്കുന്നു എന്താ വീഡിയോ ഡെയിലി ഇടാത്തത്, കൺസിസ്റ്റൻസി ഇല്ലല്ലോ, കണ്ടിന്യൂറ്റി ഇല്ലല്ലോ എന്നൊക്കെ. ഇനി തൊട്ടിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. എസ്പെഷ്യലി വെസ്റ്റ് ആഫ്രിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. ക്ഷമിക്കണം, എന്താ പറയുക കുറച്ച് ഇതിലൊക്കെ ആയിരുന്നു. ആ നാക്ട് ആൻഡ് അഫ്രൈഡൊക്കെ മിസ്സായതിൻ്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷമമൊക്കെ ഞാൻ ഫുഡ് അടിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ കാണുന്ന ഇപ്പോഴത്തെ തടി ഉണ്ടല്ലോ, വെയിറ്റ് ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കാകെ 10 kg ഉണ്ടായുള്ളൂ. അപ്പോൾ അതെല്ലാം എടുത്ത് മേത്തെടുത്തിട്ടേക്കുവാണ്. പിന്നെ അവിടെ എല്ലാം വിൻ്ററാണ്. അപ്പോൾ പുതിയ വിൻ്റർ ജാക്കറ്റെല്ലാം ഞാനിവിടെ യു എയിൽ നിന്ന് മോളിൽ നിന്ന് തന്നെ മേടിച്ചു. അങ്ങനെ ഹോൾ സെറ്റായിട്ടാണുള്ളത്. അതുമാത്രമല്ല ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഈ വിസ എയറിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എത്തിഹാദിൻ്റെ എന്തോ സബ്ബാണ്. അപ്പോൾ എത്തിഹാദിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് അബുദാബിയിൽ അറിയുന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന്
ചെക്കിൻ അങ്ങനെ പ്രശ്നം വന്നില്ല. പക്ഷേ വീണ്ടും എനിക്ക് റീചെക്കിൻ ചെയ്യണം. ഓൺലൈനിൽ നമ്മൾ ചെക്കിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും വീണ്ടും ചെക്കിൻ ചെയ്യുമ്പോൾ ഈ ബാഗ് ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇവർ പറഞ്ഞു 210 ദിർഹംസ് കൊടുക്കേണ്ടി വരുമെന്നാണ്. എനിക്കറിയില്ല, എന്തായാലും അവിടെ പോയിട്ട് ചെക്ക് ചെയ്യുമോ ഇല്ലേന്ന് നോക്കാം. ചെക്ക് ചെയ്യുവാണെങ്കിൽ പണിയാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും പോയി നോക്കാം. ഓൺലൈനിൽ ചെക്കിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേറെ പൈസ കൊടുക്കേണ്ടി വരും. വിസ ഈ ബഡ്ജറ്റ് എയർലൈൻസൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പൈസയാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം പുതിയ കൺട്രികൾ, പുതിയ രാജ്യം, പുതിയ ഭക്ഷണം, എന്താ പറയുക, പുതിയ രുചികൾ, പുതിയ മനുഷ്യന്മാർ, പുതിയ റീജിയൻ, എല്ലാത്തിലും സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടാണുള്ളത്. എന്തായാലും 1 വീക്കായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല, ഭയങ്കര ലേസി ആയിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഒരു സ്ലൈഡിങ് ചെയ്ത് ഗ്ലാസ് ബ്രിഡ്ജിൽ സ്ലൈഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ പിന്നെ ഒരു എപ്പിസോഡ് മാത്രമായിട്ട് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് UAEൻ്റെ കംപ്ലീറ്റ് എപ്പിസോഡ്സ് അങ്ങോട്ട് എൻ്റെ മെമ്മറിയിൽ മാത്രം വെച്ചു, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഞാനിതാ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ സ്പെയിനാണ് എൻ്റെ വിസ, സ്പെയിൻ്റെ വിസയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പോർച്ചുഗലിലേക്കാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി സ്പെയിനിൽ നിന്ന് ഫ്ലിക്സ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് സ്പെയിനിലേക്ക്. അപ്പോൾ അവിടെ എമിഗ്രേഷനിൽ ചോദിക്കുവാണെങ്കിൽ അത് ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ എൻ്റെ വിസ ഓൾറെഡി 26-ന് തീരും, ക്രിസ്മസിൻ്റെ നെക്സ്റ്റ് ഡേ. സോ 26-ന് ഓൾറെഡി ഞാൻ സ്പെയിനിൽ നിന്ന് ഫെറിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് മൊറോക്കോയിലേക്ക്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ വരുന്ന വഴിക്ക് അടുത്ത എപ്പിസോഡുകളിലൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഞാൻ ബോർഡിങ്ങിന് കയറാൻ വേണ്ടി നിൽക്കുകയാണ് പോളണ്ടിലേക്ക്. ഇവിടുന്ന് ഒരു 6 മണിക്കൂർ ജേണി ഉണ്ട്. 6 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 hours ലേ ഓവർ ഉണ്ട് പോളണ്ടിൽ. പിന്നെ അതിനുശേഷം വീണ്ടും ഒരു 4 hours ഫ്ലൈറ്റ് പോളണ്ടിൽ നിന്ന് പോർച്ചുഗലിൽ പോർട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. എനിക്ക് ചൂടെടുക്കുകയാണ്, കാരണം ഇതിൻ്റെ ഉള്ളിൽ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഡ്രസ്സ്, എത്രയും ഡ്രസ്സ് ഉണ്ട് എന്നുള്ളത് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ദൂരുന്ന സമയത്ത് എത്രത്തോളം ഞാൻ ഇട്ടിട്ടാണ് വന്നത്. ഒരു ബഡ്ജറ്റ് ട്രാവലറിൻ്റെ എന്താ പറയുക, സ്ട്രഗിൾ ഈസ് റിയൽ എന്ന് പറയില്ലേ, അതാണ് സംഭവം. ഞാനിതാ പോളണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഉറക്കമൊക്കെ ഉറക്കി. ഇവിടെ നല്ല തണുപ്പുണ്ടേ. ജാക്കറ്റെല്ലാം പുതിയത് മേടിച്ച കയ്യിലുണ്ട്. ഉള്ളിൽ അത്യാവശ്യം ഡ്രസ്സുള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ ഞാൻ വന്നത് വിസ എയറിലാണ്. ഇപ്പോൾ സമയം ഒരു 1:30 ആയിട്ടുണ്ടേ. ഇനി ഇവിടെ എനിക്കൊരു 4 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. കണ്ണൊന്നും കാണാൻ പറ്റില്ല, ഉറങ്ങിയിട്ട് കണ്ണങ്ങ് തുറന്നുകൊണ്ട് തണുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ എത്ര ഡിഗ്രി എന്ന് എനിക്കറിയില്ല, നല്ല രീതിയിൽ തണുപ്പുണ്ട്. പോർച്ചുഗൽ സ്പെയിനൊന്നും അത്രയ്ക്ക് തണുപ്പില്ല, പക്ഷെ പോളണ്ട് പല സ്ഥലത്തും സ്നോയൊക്കെയാണ്, നല്ല തണുപ്പുണ്ട്. ഞാൻ പോളണ്ടിലെത്തിയപ്പോൾ വീണ്ടും ചെക്കിൻ ചെയ്യണം. ഈ വിസയിലാണെങ്കിൽ വീണ്ടും ചെക്കിൻ ചെയ്യണം. അങ്ങനെ ചെക്കിൻ ചെയ്തു. അപ്പോൾ ബാഗ് സീനാക്കി. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നു. ഇന്ത്യൻ റുപ്പി 8,000 rupees പേ ചെയ്തു കേട്ടോ. ഞാൻ ഓൾറെഡി ആദ്യം എൻ്റെ ഒരു കാർഡിൽ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ അതിൽ ഡിക്ലൈനായി, വേറെ കാർഡിലാണ് ചെയ്തത്. അപ്പോൾ ആ കാർഡിലാണെങ്കിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ഫീ ആവും. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ബസ്സിൽ പോവാണ്. ഞാനിതാ ഈ ചെറിയ ബാഗ് മാത്രമാണ് ഇപ്പോൾ കയ്യിൽ വെച്ചിട്ടുള്ളത്. കണ്ടോ, ബാക്കിയുള്ള വലിയ ബാഗ് ചെക്കിനായിട്ട് വിട്ടു. ഇതിപ്പോൾ ഫ്ലൈറ്റിന് ഓൾറെഡി ഒരു എത്രയായിരുന്നു, 13,000 രൂപയാണ് ആയതുണ്ടായിരുന്നത് അബുദാബിയിൽ നിന്ന് ഇവിടെ വരെ, പോർച്ചുഗൽ വരെ. അപ്പോൾ 8,000 ഇതിനും കൂടി ആയി. അപ്പോൾ ഒരു 21 രൂപ ഫ്ലൈറ്റിനായി. പിന്നെ നാട്ടിൽ നിന്ന് UAEയിലേക്ക് വന്നപ്പോൾ അതൊരു 11 രൂപയായി. അപ്പോൾ 11 പ്ലസ് ഇത് 21, അപ്പോൾ 30 എത്ര ആയി, 32,000 അത്രയും രൂപയെല്ലാം ആയിട്ടോ നാട്ടിൽ നിന്ന് ഇവിടെ വരെ വരാനായിട്ട്. പക്ഷെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഞാനിപ്പോൾ പോർച്ചുഗലിൽ പോയാലും ആ റേറ്റ് തന്നെയാണ് വരുന്നത്. അങ്ങനെ UAEയിലൊക്കെ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനിയിപ്പോൾ വെസ്റ്റ് ആഫ്രിക്കയൊക്കെ പോയാൽ ഒന്നും കിട്ടൂലല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാം കഴിക്കാൻ നിന്ന് കേട്ടോ. ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നിൽക്കുവാണേ. എല്ലാവരും ഇറങ്ങട്ടെ, എന്നിട്ട് കയറാം, ധൃതിയില്ല. ഈ വിസയിൽ പോകുമ്പോൾ ലഗേജ് അത്യാവശ്യം നല്ല പ്രശ്നമാണ് കേട്ടോ. നോക്കിയിട്ടെല്ലാം പോയിട്ടില്ലെങ്കിൽ എക്സ്ട്രാ പൈസയാവും. ചിലപ്പോൾ ഫ്ലൈറ്റിനെല്ലാം ചെറിയ പൈസ ഉണ്ടാവും, പക്ഷെ ബാഗിന് ഒരു 3 ഇരട്ടി കൊടുക്കേണ്ടി വരും. ഫൈനലി ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്കൈ എല്ലാം. കുറച്ചു നേരം ഉറങ്ങി. അങ്ങനെ ഉറക്കമൊന്നും സെറ്റായില്ല, ഭയങ്കര ഉറക്കപ്പിച്ചിലാട്ടോ ഉള്ളത്. വെൽക്കം ടു പോർച്ചുഗൽ. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കിങ്ങനെ കണ്ണിങ്ങനെ അടയും, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ സ്കൈ കാണുന്നുണ്ടായിരുന്നേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ സമയം ഒരു 7:45 ആയിട്ടുണ്ട്. 8:15 എത്തേണ്ടിയിരുന്നത്, കുറച്ച് നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. പക്ഷെ ഫ്ലൈറ്റിന് ഇടയ്ക്ക് ഇങ്ങനെ ആ സൺറൈസ് കാണൂലേ, അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. പിന്നെ പകുതി ഉറക്കപ്പിച്ചിലായതുകൊണ്ട് കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നുണ്ടായി. 1/2 hour നേരത്തെ എത്തിയിട്ടുണ്ട്. 1/2 മണിക്കൂർ നേരത്തെ എത്തിയോണ്ട് തന്നെ
എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ആൾക്ക് ഒരു 20 മിനിറ്റ്സ് അവിടെ നിന്നുള്ളൂ. സോ ഇവിടുന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ മെസ്സേജ് അയച്ചപ്പോഴാണ് ഹലോ ലാൻഡായല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയപ്പോൾ ഇനി 8:15 ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ 7 സംതിങ്ങിന് തന്നെ ലാൻഡ് ചെയ്തു. അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ നേരത്തെ ലാൻഡ് ചെയ്തു എന്ന് തോന്നുന്നു. സോ ഞാനിവിടെ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ വൈഫൈ കട്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. കുറച്ച് നേരമായിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇവിടെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, പക്ഷേ ട്രാഫിക് ഒരു പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ മോർണിംഗിൽ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിനെ പറ്റുമ്പോഴത്തേനും ഹായ് ഹൗ ആർ യു? ഓൾ ഗുഡ്? ഓക്കെ. ഞാൻ ഇപ്പം ഭയങ്കര ടയർഡ്. ഇല്ല, ലേറ്റ് ആയി എന്ന് പറയാൻ അരമണിക്കൂർ. ഫ്ലൈറ്റ് ഓൾറെഡി നേരത്തെ ആയിരുന്നു. ലാൻഡ് ചെയ്യുന്ന നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഓൾറെഡി എന്താ പറയുക 7:30 എന്തോ മനസ്സിലായി. പക്ഷേ എനിക്ക് 45 മിനിറ്റ്സോളം ഏർലി ആയിരുന്നു. അത് ചിലപ്പോൾ റൈറ്റ് ടൈമിലെത്തും, അല്ലെങ്കിൽ നേരത്തെ എത്താറുണ്ട്. അപ്പോൾ ഇത് മാത്യു ഇവിടെ ഹിൽട്ടണിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നാട്ടിൽ എറണാകുളത്തല്ലേ? എറണാകുളത്ത് എവിടെയാ? പാലരുവട്ടം. ഓക്കെ. സോ ഇവിടെ എത്ര നാളായി പോർച്ചുഗൽ? ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്? അടിപൊളി. ഓക്കെ നൈസ് ടു മീറ്റ് യു. അവിടുന്ന് ഞാൻ ഡ്രസ്സെല്ലാം മാറി ഇപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വരാൻ കേട്ടോ. ലാസ്റ്റ് ഞാൻ യൂറോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് വെതർ പറ്റത്തില്ലല്ലോ തണുക്കുന്നത്. ലാസ്റ്റ് വിൻ്ററിലാണ് ഞാൻ യൂറോപ്പിൽ വന്നിട്ടുണ്ടായി. വീണ്ടും വിൻ്റർ ആയപ്പോഴാണ് ഞാനിവിടെ വന്നത് കേട്ടോ. അന്ന് ഇതുപോലെയായിരുന്നു, പൂക്കളൊന്നും ഇല്ല. ഇങ്ങനത്തെ വഴികളെല്ലാം ഇങ്ങനെ മരങ്ങളിലൊന്നും ചെടികളും ഇലകളും പൂക്കളും ഇല്ലാത്ത ടൈമിലാണ് വന്നത്. ഇപ്പോഴും അതെ. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷെ നെക്സ്റ്റ് ടൈം ഞാൻ വരുന്ന സമയത്ത് എന്തായാലും സമ്മറിലായിരിക്കും വരുന്നത്, കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നമ്മളിവിടെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. ഒരു ഓറഞ്ച് ജ്യൂസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഓംലെറ്റുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൂടുതലും ടൂറിസ്റ്റിക് അല്ലാതെ അല്ലേ, ഇവിടെ കൂടുതൽ ലോക്കൽ ആൾക്കാരല്ലേ കൂടുതൽ വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യ ആയിട്ട് 5.5 മണിക്കൂർ ഡിഫറൻസ് അല്ലേ? 5.5 മണിക്കൂറല്ലേ? 4:30? 5:30 അല്ലേ? 5:30 ടൈം ചേഞ്ച് ആവും. ഇപ്പോൾ ഇന്ത്യ ആയിട്ട് 5.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിതാ പുറത്ത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു പോർട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ഓരോ മെയിൻ സ്ട്രീറ്റും മാർക്കറ്റും ഒക്കെ കാണാനായിട്ട്. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. ഇപ്പോൾ ഓൾറെഡി ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ. ഇവിടുത്തെ എല്ലാം മാർക്കറ്റ്സ് തന്നെ എന്ത് കാണാൻ എന്ത് രസമാണ് നോക്ക്. വേറെ എന്തോ ഒരു എയർപോർട്ടെല്ലാം പോലെ ഇരിക്കും. ഭയങ്കര നീറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം തന്നെ അതാ. ഇവരങ്ങനെ ക്ലീനായിട്ട് നീറ്റായിട്ടെല്ലാം കൊണ്ടു നടക്കൂലേ. ക്രിസ്മസ് ആയിട്ട് കണ്ടോ എൻ്റെ മോനെ, അടിപൊളി. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതെല്ലാം ഇങ്ങനെ മേടിക്കാൻ തോന്നുന്നുണ്ട് കാണുന്ന സമയത്ത് കേട്ടോ. ഭയങ്കര അടിപൊളി. ഇതെല്ലാം ഫിഷിൻ്റെ ഏരിയ ആണ്. നല്ല ഫ്രഷ് ഓയിസ്റ്റർ, ഇതെല്ലാം ഫ്രഷായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത്. പച്ചക്ക് തന്നെ അവർ കഴിക്കുന്നത്. ഇതെന്താ സാധനം? അത് കടലുണ്ടാകുന്ന ഒരു ഓയിസ്റ്റർ വിഭാഗത്തിൽപ്പെട്ടൊരു ഇതാണ്. സ്ക്രൈപ്പ് ചെയ്തിട്ട് കഴിക്കുക. അത് പച്ചക്ക് കഴിക്കോ? കഴിച്ചിട്ടുണ്ട്. ഗുഡ്. ഓക്കെ. ഞാൻ മുന്നേ കഴിച്ചിട്ട് വോമിറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ വേറൊരു സാധനം? അത് ആ ബ്ലാക്ക് കളറിൽ കണ്ടോ? അതാണോ? നോക്ക്, എന്തോ ഒരു സാധനം വെറൈറ്റി ആയിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളെ കാണുന്നു. ഇതൊക്കെ മീറ്റെല്ലാം ഇങ്ങനെ വെച്ചിട്ട്. അതിന്റെ പേര്. ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ ഡെസേർട്ട് ആണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സെല് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് ലൈവായിട്ട് അവരിപ്പം കുക്ക് ചെയ്യുന്നതാണ്. അവരവിടെ നിന്ന് തന്നെ എടുത്ത് ക്രിസ്പി, അതായത് ചൂടോടെ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന പോർത്തോലൊരു സ്ഥലം. You can see how they're making. Okay. അത് എടുക്കാൻ പറ്റുമോ അവര്? ഇത് സ്വീറ്റ് ആണ്. അതെ, കസ്റ്റേർഡ് ആണ്. എഗ്ഗും
മിൽക്കൊക്കെ ലൈക്ക് മിക്സ്. അതിൻ്റെ റെസിപ്പി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ലൈക്ക് എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലൈക്ക് സ്വീറ്റ് ആണ് ആൻഡ് ക്രിസ്പി. ലൈക്ക് ഫ്രോസൺ അല്ല, ലൈക്ക് അവർ തന്നെ ഇവിടെ ഡോ ഉണ്ടാക്കി ഇവിടെ നിന്ന് തന്നെ ചുട്ട് ഇവിടെ നിന്ന് നമുക്ക് ചീസാണോ അതിന്റെ ഇടയിൽ ഡോ ആണ്. ലൈക്ക് നമ്മുടെ പഫ് പേസ്ട്രിയില്ലേ, അതാണ്. ഇവിടെ വലിയൊരു കഫേയാണ് കേട്ടോ. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയാണ്. 2 കഫേയാണ്, 2 റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇത് ഒന്ന്, ഇത് രണ്ടും ഒരേ ബിൽഡിംഗിലാണെന്ന് മാത്രം. യു തിങ്ക് ലൈക്ക് ഇറ്റ്സ് 2 ഡിഫറെന്റ് ഓണേഴ്സ്. അങ്ങനെ ഒരെണ്ണത്തിന്റെ ഉള്ളിൽ തന്നെ അല്ലേ? ഭയങ്കര ആ, അടിപൊളി. ഇത് കണ്ടാ, ഇതൊരു കഫേ, അത് കാണുന്നത് വേറെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ്. ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ നമ്മളവിടെ അല്ലായിരുന്നെങ്കിൽ അടിപൊളി. ഇവിടെ എല്ലാവിടെയും ക്രിസ്മസ് ട്രീസ് ഒക്കെ എല്ലാം കാണുന്നത്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പാസ്തൽ ധനാത്ത എന്ന് പറഞ്ഞിട്ടുള്ള. പോർച്ചുഗൽ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഞാനപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. ആൾ മേടിച്ചിട്ട് ഇതേ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് കഴിച്ചോട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. യൂറോപ്പിലെ സ്ട്രീറ്റ്സൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാനത് കഴിച്ചോട്ടെ കേട്ടോ. പുറത്തെ ലെയറ് നമ്മളുടെ എഗ് പബ്സിൻ്റെ ലെയർ, ഉള്ളിലത്തെ ഇപ്പം എന്താ പറയുക, നമ്മുടെ ചില കസ്റ്റാർഡ് പുഡിങ്ങൊക്കെ, കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ്, അത് കാരമലൈസ്ഡ് കസ്റ്റാർഡ് പുഡിങ്ങൊക്കെ പോലുള്ളൊരു ഫ്ലേവർ എനിക്ക് കിട്ടുന്നത്. എഗ്ഗിൻ്റെ ഒക്കെ എവിടെയോ ഫ്ലേവർ വരുന്നുണ്ട്. ഗുഡ്. ലൈക്ക് വേൾഡിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കഫേ, ലൈക്ക് ഔട്ട് ഓഫ് 10 ഇതാണ്. പേര് മെജസ്റ്റിക് എന്നാണ്. നമ്മുടെ ഹാരി പോട്ടർ മൂവീസിലെ ലൈക്ക് ഡൈനിങ് ഒക്കെ ഇല്ലേ, അത് ആ എക്സ്പീരിയൻസ് അവർ ഇവിടെ നിന്നാണ് സ്റ്റോറി ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഡൈനിങ്ങും ഇവിടുത്തെ ഡൈനിങ്ങും ഏകദേശം ലൈക്ക് ഇൻറ്റീരിയർ സെയിം ആണ്. സോ ഇഫ് യു ഗോ ഇൻസൈഡ് യു ക്യാൻ സീ ഇറ്റ്. ഓക്കെ. അത് കൂടെ നടന്നിട്ട് ഇപ്പോൾ റൂമിലെത്തി. ആൾ എനിക്ക് റൂം എടുത്തതെന്നാണ്. അത് ഓൾറെഡി ആൾ വർക്ക് ചെയ്യുന്നത് ഹിൽട്ടണിലാണ്. അപ്പോൾ ആൾക്ക് എല്ലാവിടെയും ഫ്രീ സ്റ്റേയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് റൂം എടുത്ത് തന്നിട്ട് ആൾ പോയിട്ടുണ്ട് കേട്ടോ. നല്ല നൈസ് ആൻഡ് എന്താ പറയുക പ്ലസൻ്റ് ആയിട്ടുള്ള റൂമെല്ലാം. നല്ല തണുപ്പാണ്. ഞാൻ ഇത്രയും തണുപ്പ് പുറത്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നല്ല തലവേദനയൊക്കെ ഉണ്ട്, ഉറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഉറക്കം ജെറ്റ്ലാഗൊക്കെ ആയിട്ട് ഉറങ്ങാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഒന്ന് സെറ്റായിട്ട് പുറത്തേക്ക് നടന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കണം. അങ്ങോട്ടൊക്കെ ഓരോ ബ്രിഡ്ജും റിവറൊക്കെ അങ്ങ് ദൂരെ കാണുന്നുണ്ട്. നോക്കിയോട്ടെ, ആദ്യം ഒന്ന് ഫ്രഷപ്പ് ആവട്ടെ. നല്ല ടയേർഡ് ഉണ്ട് കേട്ടോ. ഹലോ, ഇന്ന് റൂമിൽ വന്നിട്ട് ഉറങ്ങാൻ ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഒന്ന് ഫ്രഷായിട്ട് ഞാനിതാ എന്താ പറയുക മാത്യുവിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. ആളുടെ വീട്ടിൽ പോയി. വൈഫ് ഉണ്ടായിരുന്നു, കൊച്ചുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച്. ഞാനപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, കാരണം നമ്മളവിടെ സംസാരിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് നൈറ്റ് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയേക്കാണ് കേട്ടോ, ഇവിടേക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിവർ ഉണ്ടല്ലോ, ഈ റിവറിൻ്റെ പേരാണ് ഡ്യൂറോ റിവർ. അവിടെ കാണുന്ന ചെറിയ ബോട്ടില്ലേ, ആ ബോട്ടായിരുന്നു പണ്ട് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഗ്രേപ്സൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഈ റിവർ വഴിയായിരുന്നു. അവിടെ ഡൂറോ വാലി എന്ന് പറഞ്ഞിട്ടൊരു വാലി ഉണ്ട്. അത് ഇവിടുന്ന് ഒരു 1.5 hour ഡ്രൈവ് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം മുന്തിരി പാടങ്ങളും തോപ്പുകളാണ്. അവിടുന്ന് ബാരൽസിൽ വരുന്ന ഷിപ്പാണത്. അത് അവിടെ വന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇത്. നമ്മളിപ്പോൾ പോർട്ടോ സൈഡിലാണ് നിൽക്കുന്നത്. ആ കാണുന്നതാണ് ഗായ. ഞങ്ങളുടെ വീട് അവിടെയാണ്. ഗായെന്ന് നമ്മളിപ്പോൾ പോർട്ടോ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് ഇവിടെ പോർട്ടോയിൽ വന്നത്. സോ ഗായ എന്ന് പറയുന്നത് ഫുള്ളി ഫോർ ലൈക്ക് വൈനറീസ്. ആ കാണുന്ന ബ്രാൻഡ്സ് എല്ലാം ലൈക്ക് ടൈലർ, ലൈക്ക് ഔൺസ്, ലൈക്ക് ബാർബോസ് എല്ലാം, കോപ്കെ, അതെല്ലാം ഇവിടുത്തെ വൈനറീസ് ആണ്. സോ ഈ വൈനിന് വേണ്ടിയിട്ടുള്ള മുന്തിരികളെല്ലാം വരുന്നത് ഈ ഡൂറോ വാലിയിൽ നിന്നാണ്. പക്ഷെ ഇപ്പൊ ഒരാ ഷിപ്പ് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ അത് ജസ്റ്റ് ഫോർ ദ ടൂറിസ്റ്റ് കാണാൻ വേണ്ടിട്ട് സേവ് ചെയ്ത് പണ്ട് ആ ഒരു പൈതൃകം അത് അവരങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പൊ വരുന്നത് ബൈ റോഡാണ്. ഇപ്പം അവിടെ വലിയ ഷിപ്സ് നിൽക്കുന്നുണ്ട്. അവര് ഡേ ടൂറിസം ഉണ്ട്, 5 മണിക്കൂർ. ഇഫ് യു പേ നമുക്ക് ഇവിടുന്ന് ഡൂറോ വാലിയിൽ ഷിപ്പിൽ പോവാം. വൈൻ ടേസ്റ്റിംഗ് ആൻഡ് ഫുഡ് ആൻഡ് എവരിതിങ്. അപ്പൊ ഈ റിവർ എവിടെയാ കണക്ട് ചെയ്യുന്നത്? ഇത് ഡ്യൂറോ, ഇത് ഇറ്റ് ഗോസ് ടു സ്പെയിൻ. സ്പെയിനിലേക്ക് അല്ലേ? പിന്നെ ഇതിന്റെ എന്താ പറയുക, ബ്രിഡ്ജിന്റെ ഇത് ഗുസ്താവോ ഈഫലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈഫൽ ടവറിന്റെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന സെയിം ആണ്. സോ യു ക്യാൻ സീ എ പീസ് ഓഫ് ഈഫൽ ടവർ ഇസ് ദേർ. അങ്ങനെ അതാണ് ഈ ആ ഈഫിൽ ടവറിന്റെ ആ ഒരു സാധനം ഇല്ലേ, അതിങ്ങനെ വളച്ചു വെച്ച പോലെ ഉണ്ട്. സ്ട്രെയിറ്റ് വെക്കാണ്ട് വളച്ചു വെച്ച പോലെ ഒരു ഫീല്.
അതാണ് എൻ്റെ സ്റ്റോറി. ഓക്കെ. അപ്പോൾ ഇഫ് യു ആർ ഹിയർ മോർ ഡേയ്സ് ലൈക്ക് ഒരു ടൂറൊക്കെ ചെയ്യാം, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇല്ല. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ അവിടെ കിടന്നുറങ്ങിയിട്ട് ഇതേ അവിടെ റൂമെല്ലാം ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഒരു 3:30 ആകുമ്പോൾ എനിക്ക് അടുത്ത ബസ്സിൽ ഞാൻ പോവാണ് ലിസ്ബണിലേക്ക്. ഇവിടെ ജസ്റ്റ് 1 ഡേ ആണ് ഇവിടെ പോർത്തോയിൽ സ്റ്റേ ചെയ്യുന്നുള്ളൂ. നല്ല കാറ്റ് വീശുന്നുണ്ട്. മൈക്ക് ഞാനിതേ ഈ ഒരു ബാഗിൽ എടുത്തു എന്ന് വിചാരിച്ചു, പക്ഷേ മൈക്ക് ഞാൻ എൻ്റെ വേറെ ബാഗിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് എടുക്കാൻ വിട്ടുപോയി. സോ ഇന്നലെ ഞാൻ അവിടെ ആ ഒരു ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് രാത്രിയായിട്ടുള്ള വ്യൂ ഉണ്ടായിരുന്നത്, ഇപ്പോൾ പകലുള്ള വ്യൂ കാണിച്ചു തരാം. നല്ല കാറ്റുണ്ടേ. വാവ്, ഇതുവഴിയെല്ലാം ഇങ്ങനെ നടക്കാൻ ഭയങ്കര വൈബാണ് കേട്ടോ. അവിടെ പാട്ടൊക്കെ പാടി നല്ല രസമുണ്ട്. പിന്നെ മൂക്കുന്നൊക്കെ ഇങ്ങനെ ഒളിച്ചിറക്കുന്നത് നല്ല കാറ്റായിട്ട്. നമുക്ക് ഇതിൻ്റെ ഇവിടുത്തെ ആ ഒരു പോർത്തോൻ്റെ ഫുൾ വ്യൂ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ നടക്കാൻ നൈസാണ്. നമ്മളെ മാത്യു ബ്രോ എല്ലാം ഉണ്ട് എൻ്റെ കൂടെ. ആളതേ ഇങ്ങനെ ഇറക്കി നടക്കുക. അയ്യോ, സ്ട്രീറ്റ്സ് എല്ലാം നമുക്ക് ആ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ നടന്നത് താഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ കാണുന്ന ബാരൽ കണ്ടോ, ആ ബാരലാണ് എന്താ പറയുക നമ്മുടെ ഗ്രേപ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പം ഇല്ല, അല്ല ഇപ്പം ഒന്നും ഇല്ലല്ലോ, ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഇല്ലില്ല, ഹാർവെസ്റ്റ് ചെയ്തിട്ട് അത് ഇവിടുത്തെ വൈനറിയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇവിടെ പ്രോസസ് ചെയ്തിട്ട് വൈനാക്കിയിട്ടാണ് ഇവിടെ നിന്നാണ് സെല് ചെയ്യുന്നത്. ഇവിടെ നോക്ക്, നടക്കുന്നതിൻ്റെ ഇടയിൽ 50 മീറ്റർ പോലും ഇല്ല, ഒരു 20 മീറ്ററിലെല്ലാം നമുക്ക് ഡസ്റ്റ്ബിൻ കാണാം. അതാണ് അല്ലേ, ഇവിടെ ഡസ്റ്റ്ബിൻസ് തൊട്ടെല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. നമ്മുടെ നാടും അടിപൊളി ക്ലീൻ ആയിട്ട് ഇരുന്നുണ്ടാവും. ക്ലീൻ ആയിരുന്നെങ്കിൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇന്ത്യയെല്ലാം കാണാൻ. ഇന്ത്യയിൽ ഓരോ സ്ഥലവും അടിപൊളിയാണ്. നാച്ചുറലി നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് സംഭവങ്ങളുണ്ട്, റിസോഴ്സസ് ആണെങ്കിലും എല്ലാ സംഭവങ്ങളും. പക്ഷെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് മാത്രം. കണ്ടോ, എല്ലാവിടെയും കാണാം. ബട്ട് സ്റ്റിൽ മെയിൻ സ്ട്രീറ്റിലെല്ലാം കുറച്ച് ഡിസ്റ്റൻസിൽ കാണാമല്ലോ. അതാണ് ഇവിടെയൊക്കെ നോക്ക്, ഒന്നുമില്ല, എല്ലാം മറ്റേ ക്ലീൻ ആണ്. ഇവിടുത്തെ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്നാക്കെല്ലാം നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. വാവ്, ഇതെന്താ കൊട്ടാരത്തിലേക്കുള്ള എൻട്രിയാ? ഓക്കെ, വാവ്, നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളെല്ലാം കയറിയിട്ട്. വാവ്, ഇത് ബുക്സ് ആണോ? എല്ലാവരുടെയും ബുക്സ്, നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പാസ്റ്റൽ കേജോ, പാസ്റ്റൽ ബക്ലാവ്, അതെ, വിത്ത് കേജോ മീൻസ് വിത്ത് ചീസ് എന്നുള്ളതാണ്. നമ്മളെ പൊട്ടറ്റോ പോലെ ഒരു ഓവൽ ഷേപ്പിലാണ് ഇങ്ങനെ പുറത്തെല്ലാം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന കേട്ടോ. ഞാൻ കഴിച്ചോട്ടെ. പക്ഷെ അത് ചീസുണ്ട്. അതാണ് ഇത് ബക്ലാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് ഫിഷ് ആണ്. അത് നമ്മുടെ നാട്ടില് കലവ എന്നൊക്കെ പറയുന്ന ഒരു ഫിഷാണ്. എനിക്കറിയില്ല കറക്റ്റിന്. ആണ്, ഞാൻ നോക്കിയപ്പോൾ കലവ എന്നാണ് കണ്ടത്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് കലവ. ഉള്ളിൽ കണ്ടോ കംപ്ലീറ്റ് ചീസെല്ലാം ഉണ്ട്. ചീസെല്ലാം ഇങ്ങനെ ഇറങ്ങി വരും, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടേ. തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂണിക്കുലർ ഉണ്ടല്ലോ, ഞാൻ അന്ന് അസർബൈജാനിലൊക്കെ പോയപ്പോൾ ഇതുപോലത്തെ സാധനത്തിൽ കയറിയിട്ടുണ്ടായി. അപ്പോൾ അതിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങാൻ നല്ല രസമായിരുന്നു, കയറാൻ പിന്നെ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഇതിൽ പോകുന്നത്, അതാകുമ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂവും കിട്ടും. നമ്മളിതാ അതിൽ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് അവിടുന്ന് ഫുൾ വ്യൂ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റി ഹൈറ്റിലേക്ക് കയറി പോകുന്ന സമയത്ത്. ഇവിടെ നമ്മളൊരു സ്നാക്ക് കഴിക്കാൻ വന്നേക്കാം. എന്താ നോക്ക്, നമ്മളെ സമൂസ. ഈ സമൂസ എവിടെ നിന്നാണ് ഒറിജിനൽ അല്ലേ പറയുന്നേ? അങ്ങനെയാണ് കേട്ട് കേൾവി. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സമൂസ ഒരു ഇതാണ്, അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഫില്ലിംഗ് ഡിഫറെന്റ് ആണ്, പക്ഷെ സെയിം ഷേപ്പും സമൂസ തന്നെ. പേരെന്താ അവിടെ? ഇവിടെ സമൂസ. ആ, സെയിം പേര് തന്നെ.
കാണാം. ഓക്കെ ബൈ. അപ്പോൾ സേഫ് ഷിപ്പ്. താങ്ക് യു. ഞാനിതാ ഫ്ലിക്സ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ ലിസ്ബണിലേക്കാണ് പോകുന്നത്. പോർട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലിസ്ബണിലേക്ക്. ഇവിടുന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂർ ബസ്സിൽ പോകാനുണ്ട്. ഞാനിതാ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് സിം എടുത്തിട്ടില്ല. അപ്പോൾ വൈഫൈ ഓൾറെഡി നമ്മളെ ബസ്സിലെല്ലാം നമുക്ക് ഫ്രീ വൈഫൈ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ അടുത്ത സ്പെയിനിലേക്ക് പോകും. ഇവിടെയൊക്കെ കണ്ടോ ഇങ്ങനെ തരിശു ഭൂമി പോലെ കിടക്കുന്നതാണ്. ഒരു 3-3.5 മണിക്കൂറേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ പോർത്തുഗലിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലിസ്ബണിലെത്തും. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു സീസൺ ആയതുകൊണ്ടാണ് ഭയങ്കര ഡ്രൈ. ഞാൻ മുന്നേ വന്നപ്പോഴും വിൻ്റർ ആയിരുന്നു. അപ്പോൾ വിൻ്ററിലാണെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ ഒരു ഡ്രൈ സീസൺ ആയിരിക്കും. ഞാനിതാ ലിസ്ബണിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഫ്ലിക്സ് ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഉള്ള ഒരു മലയാളി ഫാമിലി എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവരെയാണ് ഈ വണ്ടിയിൽ നമ്മൾ വന്നിട്ടുള്ളത്. ഹലോ, ഹായ്, എന്തുണ്ട് വിശേഷം? ഓക്കെ, ത്രിനീഷ അല്ലേ? ഓക്കെ. അപ്പോൾ പുള്ളിക്കാരിയും ഫാമിലി ആയിട്ട് വന്ന് എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് കൊടുന്നേക്കാണ്. അവരുടെ തന്നെ റെസ്റ്റോറൻറ്റിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. കേരളത്തിലെ കേരള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേരും കേരള എന്ന് തന്നെയാണ് കേട്ടോ. ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. പക്ഷെ ഉള്ളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ് കൂടുതലും. പൊതുവെ ഇവിടെ മലയാളീസ് കുറവാണ് കമ്പയറിങ് ടു അതർ എന്താ പറയുക യൂറോപ്യൻ കൺട്രീസിൽ വെച്ച് നോക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഇന്ന് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡല്ല കഴിച്ചിട്ടില്ല, ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്സാണ് കൂടുതൽ കഴിച്ചിരുന്നത്. ഇവിടത്തെ ഫുഡ് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ള എന്താണെന്നറിയോ, പിടിയും കോഴിയും അതാണ് കേട്ടോ. പിടിയും എന്താണ് ചിക്കൻ്റെ ഇതുണ്ടല്ലോ, ഇത് നാട്ടിൽ തന്നെ നമ്മളങ്ങനെ വല്ലപ്പോഴും കിട്ടുള്ളൂ. എറണാകുളം സൈഡൊക്കെയാണ് കൂടുതൽ ഇത് കിട്ടുന്നത്. നമ്മുടെ സൈഡിലല്ലോ, പാലക്കാട് തന്നെയല്ലേ വീട്. അങ്ങനെ പാലക്കാട് ഈ സാധനമേ ഇല്ല ഓൾറെഡി. സോ അപ്പം ഞാൻ ഇതാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് പെട്ടെന്ന് മെനുവിൽ കണ്ടപ്പോൾ ഒരു ക്രേവിങ് ആയി. സോ ഞാൻ വെച്ചത് കഴിക്കാം. ഫുഡെല്ലാം കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. അവരുടെ വീട് എന്ന് പറഞ്ഞാൽ വലിയ 2 നല്ലൊരു വീട്. അവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇതേ ഈ ഒരു റൂമിൽ ഞാൻ ഒറ്റക്കാണ്. ഈ ഒരു ഫുൾ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഹീറ്ററെല്ലാം ഇട്ടേക്കാണ്. അന്ന് ഹീറ്റർ ഇട്ടിട്ട് ഞാൻ 3 പുതപ്പ് ഇട്ടിട്ടുണ്ട്. പോരാത്തതിന് ഞാൻ ഈ ഇത് ഇട്ടിട്ടുണ്ട്. ഉള്ളിൽ വേറെ ടീഷർട്ടും ഉണ്ട്, ഈ ഫ്ലീസും ഇട്ടിട്ടുണ്ട്. ഇത്രയും ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ ഉറങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് അവർ താമസിക്കുന്നത് വേറെ വീട്ടിലാണ്. ഇപ്പോൾ അവരിത് അവരുടെ പുതിയ വീട് എടുത്തതാണ്. പുതിയ വീട് എടുത്തിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. സാധനങ്ങളും കുറേ മാറാനും കൊച്ചിൻ്റെ സ്കൂളൊക്കെ മാറാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, വേറെ ആരുമില്ല. ഫുൾ ഇതായിട്ട് കുറച്ചുകൂടെ ഒരു ഔട്ടറിലാണ്. ഔട്ടർ എന്ന് പറഞ്ഞാൽ മെയിൻ ടൗണിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത്. അവിടെ ഞാനിങ്ങനെ ഒറ്റക്കാണെന്ന് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നു. അവരെല്ലാവരും ഫാമിലി ആയിട്ട് വേറെ വീട്ടിൽ അവർ പുതിയ വീടെടുത്ത് ഷിഫ്റ്റ് ചെയ്യാനുള്ള ടൈമും ഇതൊന്നും കിട്ടിയിട്ടില്ല. അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ്. സോ ഞാൻ ഇന്ന് ഇവിടെയാണ് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.